ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ 10-11 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം. PSC എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ ആശാൻ ക്ലാസ്സസ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഫുള്ളി വീഡിയോ റെക്കോർഡഡ് ക്ലാസ് ആണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അതേപോലെ ഈ ഒരു ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും ടോപ്പിക് വൈസ് എക്സാംസും മോഡൽ എക്സാമും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ PSCയുടെ ഏത് എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണോ അതിന് വേണ്ടി മാത്രം കോഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കാവുന്ന രീതിയിലാണ് ആശാൻ ക്ലാസ്സസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ടാലന്റിന്റെ ആശാൻ ക്ലാസ്സസ് പർച്ചേസ് ചെയ്യുക. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോയിന്റ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ്? CP രാധാകൃഷ്ണനാണ്. ആരാണ്? CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ എത്രാമതാണ്? 15ാമത് ഉപരാഷ്ട്രപതിയായിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നേരത്തെ അദ്ദേഹം എന്താണ് ഈ ഒരു തിരഞ്ഞെടുപ്പിന് നിൽക്കുന്ന പോയിന്റ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം മാത്രമല്ല, വേറൊരു വ്യക്തി കൂടി മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് CP രാധാകൃഷ്ണനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് മത്സരിച്ച വ്യക്തി ആരാണ്? സുപ്രീം കോടതി മുൻ ജഡ്ജി ആയിരുന്ന ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയാണ്. ആരാണ്? B സുദർശൻ റെഡ്ഡിയാണ് ആർക്കെതിരെ മത്സരിച്ചിരുന്നത്? CP രാധാകൃഷ്ണനെതിരെ മത്സരിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ആരാണ് വിജയിച്ചത്? ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിട്ട് ആരാണ് നിയമിതനാവുന്നതെന്ന് ഓർത്തു വെക്കുക. CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായിട്ടാണ് CP രാധാകൃഷ്ണൻ നിയമിതനാവുന്നത്. അടുത്ത പോയിന്റ് ഇതാണ്. പ്ലാസ്റ്റിക് കുപ്പിയിലെ മദ്യത്തിന് ഈടാക്കുന്ന അധിക തുക എത്രയെന്നാണ്. ഓർത്ത് വെക്കാം, 20 രൂപയാണ്. അപ്പോൾ കേരളത്തിൽ എന്താണ് പ്ലാസ്റ്റിക് കുപ്പിയിൽ മദ്യം നൽകുന്ന പ്ലാസ്റ്റിക് കുപ്പിയിൽ നൽകുന്ന മദ്യത്തിന് 20 രൂപ കൂടി അധിക തുക ഈടാക്കാൻ പോകുകയാണ്. ഇത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കുപ്പി മലിനീകരണം തടയുന്നതിന് വേണ്ടിയിട്ടാണ്, അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഈ ഒരു മദ്യം പ്ലാസ്റ്റിക് ബോട്ടിലിൽ വരുന്നത് വല്ലയിടത്തും വലിച്ചെറിയുകയോ അല്ലെങ്കിൽ വീടുകളിൽ തന്നെ അലക്ഷ്യമായിട്ട് ഉപേക്ഷിക്കുകയോ അങ്ങനെ ആ ഒരു പ്ലാസ്റ്റിക് കുപ്പി മലിനീകരണം കൂടുതലായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഇത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് കുപ്പിയിൽ മദ്യം നൽകുന്നതിന് അതിനെന്താണ് 20 രൂപ കൂടി എക്സ്ട്രാ ഈടാക്കുകയാണ്. എന്നാൽ ഈ പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗശേഷം തിരിച്ചേൽപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു 20 രൂപ തിരികെ ലഭിക്കുന്നതായിരിക്കും. അതായത് പ്ലാസ്റ്റിക് കുപ്പിയിലെ ഈ ഒരു മദ്യം അതിന്റെ ഉപയോഗശേഷം പ്ലാസ്റ്റിക് കുപ്പിയായിട്ട് നമ്മൾ കുപ്പി തിരിച്ചു നൽകുകയാണെങ്കിൽ ഈ അധികമായിട്ട് ഈടാക്കുന്ന 20 രൂപ തിരിച്ചേൽപ്പിക്കുന്നവർക്ക് അവർക്ക് എന്താണ് ആ ഒരു 20 രൂപ തിരികെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കുപ്പി എന്താണ് യഥാസ്ഥാനത്ത് എത്തുകയും നമുക്ക് എന്താണ് അധികമായിട്ട് നമ്മൾ പേ ചെയ്ത ആ ഒരു എമൗണ്ട് തിരികെ ലഭിക്കുകയും ചെയ്യും. നമ്മൾ പല വീഡിയോകളിലൊക്കെ കാണാറുണ്ടല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്, പുറം രാജ്യങ്ങളിൽ മിനറൽ വാട്ടറിന്റെ കുപ്പി വരെ റിട്ടേൺ ചെയ്താൽ നമുക്ക് ഈ ഒരു പൈസ തിരികെ കിട്ടുന്ന, കുപ്പി കൊടുത്താൽ പൈസ കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, പല വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. മിനറൽ വാട്ടർ മാത്രമല്ല, സോഫ്റ്റ് ഡ്രിങ്ക്, അങ്ങനെ പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം തിരികെ നൽകിയാലായിട്ട് ആ ഒരു പൈസ തിരികെ നമുക്ക് തന്നെ ലഭിക്കുന്നത്, കുപ്പി പൈസയാക്കി മാറ്റാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ നമ്മൾ കണ്ടിട്ടുണ്ട്, പുറത്ത് രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു മാതൃക പോലെ അല്ലെങ്കിൽ ഇതുപോലെയാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യം വരുന്നത്. പ്ലാസ്റ്റിക് കുപ്പിയിലെ മദ്യത്തിനാണ് ഈ ഒരു അധിക 20 രൂപ ഈടാക്കുന്നത്. ആ കുപ്പി തിരികെ നൽകുമ്പോൾ ആ ഒരു 20 രൂപ നമുക്ക് തിരികെ ഇങ്ങോട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ആദ്യഘട്ടം നടത്തുന്നത് 2 ജില്ലകളിലാണ്. കണ്ണൂർ ജില്ലയിലും അതേപോലെ തിരുവനന്തപുരം ജില്ലയിലുമാണ്. കണ്ണൂർ ജില്ലയിലും അതേപോലെ തിരുവനന്തപുരം ജില്ലയിലുമാണ് ഇതിന്റെ ആദ്യഘട്ടം നടപ്പിലാക്കുന്നത്. കേരളത്തിൽ ഇതിന്റെ ആദ്യഘട്ടം നടപ്പിലാക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, എത്ര രൂപയാണ് അധികമായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലെ മദ്യത്തിന് ഈടാക്കുന്നത്? 20 രൂപയാണ്. പ്ലാസ്റ്റിക് കുപ്പി മാലിന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. 20 രൂപ പ്ലാസ്റ്റിക് കുപ്പി തിരികെ നൽകുമ്പോൾ 20 രൂപ നമുക്ക് റിട്ടേൺ തിരിച്ചു കിട്ടും. കണ്ണൂർ ജില്ലയിലും അതേപോലെ തിരുവനന്തപുരം ജില്ലയിലുമാണ് ആദ്യഘട്ടം നടപ്പിലാക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു വള്ളംകളിയാണ്. 2025 ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് നോക്കുന്നത്. ഇതിൽ എ വിഭാഗത്തിൽ വിജയിച്ചിരിക്കുന്നത് ആരാണ്? മേലുകര പള്ളിയോടമാണ്. മേലുകര പള്ളിയോടമാണ് എ വിഭാഗത്തിൽ വിജയിച്ചിരിക്കുന്നത്. അതേപോലെ B വിഭാഗത്തിൽ വിജയിച്ചിരിക്കുന്നത് ആരാണ്? കൊറ്റാത്തൂർ. ഓർത്തു വെക്കുക, കൊറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടമാണ്. B വിഭാഗത്തിൽ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയത് 2025 ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. അപ്പോൾ ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി ദിവസമാണ് ഈ ഒരു വള്ളംകളി നടക്കുന്നത്. അപ്പോൾ ഈ ഒരു വള്ളംകളി മത്സരത്തിൽ എ വിഭാഗത്തിൽ വിജയിച്ചിരിക്കുന്നത് മേലുകര പള്ളിയോടമാണ്. അതേപോലെ B വിഭാഗത്തിൽ ജയിച്ചിരിക്കുന്നത് കൊറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവുമാണ്. അപ്പോൾ ഈ 2 പോയിന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക.
ഇനി ഒരു പരിശോധനയാണ് നമ്മൾ നോക്കുന്നത്. പരിശോധനയുടെ പേര് ഇതാണ്, ഓപ്പറേഷൻ ഷൈലോക്ക്. എന്താണ് ഓപ്പറേഷൻ ഷൈലോക്ക് എന്നുള്ള പരിശോധനയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് ഇതെന്ന് നോക്കാം. ഗവൺമെന്റ് അംഗീകൃത ലൈസൻസോ അധികാരപത്രമോ ഇല്ലാതെ പണം അമിത പലിശയ്ക്ക് കൊടുക്കുന്നവരെ ലക്ഷ്യമിട്ട് അടുത്തിടെ പോലീസ് നടത്തിയ പരിശോധനയാണിത്. എന്താണ് ഓപ്പറേഷൻ ഷൈലോക്ക് എന്നുള്ള പരിശോധന. ഓപ്പറേഷൻ ഷൈലോക്ക് എന്നുള്ള പരിശോധന എന്തിനു വേണ്ടിയിട്ടുള്ള പരിശോധനയാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അമിത പലിശ കൊടുക്കുന്ന, അമിത പലിശക്ക് പണം കൊടുക്കുന്ന സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരിശോധനയാണ്. അപ്പോൾ ഇതുവഴി 39 ലക്ഷത്തോളം പണമാണ് ഇതേപോലെ കൊടുക്കുന്ന പണമാണ് ഈ ഒരു പരിശോധന വഴി അടുത്തിടെ കണ്ടെത്തിയത്. പരിശോധനയുടെ പേര് നമ്മൾ പറഞ്ഞു, ഓപ്പറേഷൻ ഷൈലോക്ക് എന്നുള്ള പരിശോധനയാണ്. ഗവൺമെന്റ് അംഗീകൃത ലൈസൻസോ അതേപോലെ അധികാര പത്രങ്ങളോ ഒന്നുമില്ലാതെ പണം അമിതമായിട്ട് പലിശക്ക് കൊടുക്കുന്ന സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ വ്യക്തികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു പരിശോധന നടത്തിയത്. അടുത്തതൊരു അവാർഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. KSFEക്ക് ലഭിച്ചിട്ടുള്ള ഒരു പുരസ്കാരമാണ്. എന്ത് പുരസ്കാരമാണ്? 2025 സ്വദേശ് സമ്മാൻ അവാർഡാണ് ലഭിച്ചത്. 2025 സ്വദേശ് സമ്മാൻ ഈ ഒരു ദേശീയ അവാർഡ് നമ്മുടെ കേരള സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ KSFEക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി KSFEയുടെ ഫുൾ ഫോം കൂടി ഓർത്തു വെക്കുക. കേരള സ്റ്റേറ്റ് ഫിനാൻസ് എന്റർപ്രൈസസ് എന്നുള്ളതാണ് KSFEയുടെ പൂർണ്ണരൂപം. അപ്പോൾ KSFEക്ക് സ്വദേശ് സമ്മാൻ 2025 ലഭിച്ചിരിക്കുകയാണ് എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്യാം. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ്. അപ്പോൾ കർണാടകയിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് വോട്ടിംഗ് ഒക്കെ രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഇതിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ബാലറ്റ് പേപ്പർ, പഴയ രീതിയായിരുന്ന ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് കർണാടകയിൽ തീരുമാനമായിരിക്കുകയാണ്. കർണാടക മുഖ്യമന്ത്രി ആരാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സീതാരാമയ്യയാണ് കർണാടകയിലെ മുഖ്യമന്ത്രി. അപ്പോഴെന്താണ് തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ മാറ്റി അതിന് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്തതൊരു സിനിമയുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ നോക്കുന്നത്. സിനിമയുടെ പേര് ഇതാണ്, ദ വിസാർഡ് ഓഫ് ക്രെംലിൻ. ദ വിസാർഡ് ഓഫ് ക്രെംലിൻ എന്നുള്ള ചിത്രമാണ്. ഈ ഒരു സിനിമ ആരെ കുറിച്ചുള്ളതാണെന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ജീവിതകഥ ആസ്പദമാക്കി തയ്യാറാക്കുന്ന സിനിമയാണിത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അദ്ദേഹത്തിന്റെ ജീവിതകഥ ആസ്പദമാക്കിയിട്ട് തയ്യാറാക്കുന്ന ഒരു ചിത്രമാണ് ദ വിസാർഡ് ഓഫ് ക്രെംലിൻ എന്നുള്ള ഈ ഒരു ചിത്രം. സംവിധാനം ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കാം. ഒലിവർ അസായസ് ആണ്. ആരാണ്? ഒലിവർ അസായസ് ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത്. എങ്കിൽ ഈ ഒരു സിനിമ, ഈ ഒരു പേര് തന്നെ ഒരു ബുക്ക് കൂടിയുണ്ട്. ആ ബുക്കിൽ പറയുന്നത് റഷ്യയും അതേപോലെ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു പേരിൽ അറിയപ്പെടുന്ന ഒരു പുസ്തകം കൂടിയുണ്ട്. എങ്കിൽ ഈ സിനിമ ഓർത്തു വെക്കുക. ദ വിസാർഡ് ഓഫ് ക്രെംലിൻ എന്നുള്ള ഈ ഒരു സിനിമ വ്ളാഡിമിർ പുടിനെ കുറിച്ചുള്ള സിനിമയാണ്, ചിത്രമാണ്. അപ്പോൾ ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ഒലിവർ അസായസ് ആണ്. ഇനി USA ഒരു ഡിപ്പാർട്ട്മെന്റിന് വന്നിട്ടുള്ള പേരുമാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രതിരോധ വകുപ്പിന്റെ പേര്, അതായത് USA പ്രതിരോധ വകുപ്പിന്റെ പേര് യുദ്ധ വകുപ്പ് എന്നാക്കിയിരിക്കുകയാണ്. പ്രതിരോധ വകുപ്പ് അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ എന്ന് മാറ്റിയിരിക്കുകയാണ്. ഏത് രാജ്യമാണ് ഇങ്ങനെ ഒരു പേര് മാറ്റിയിരിക്കുന്നത്? US ആണ്. USA ആണ് ഇങ്ങനെ ഒരു പേരുമാറ്റം നടത്തിയിരിക്കുന്നത്. അപ്പോൾ US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണ് ഈ ഒരു കാര്യം അനൗൺസ് ചെയ്തത്. അവിടുത്തെ പ്രതിരോധ വകുപ്പിന്റെ പേര് എങ്ങനെയാക്കിയിരിക്കുകയാണ്? യുദ്ധ വകുപ്പ് എന്ന് ആക്കിയിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് എന്നുള്ളത് മാറ്റിയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ എന്ന് ആക്കിയിരിക്കുകയാണ്. US പ്രസിഡന്റ് ആരാണെന്ന് ഓർത്തു വെക്കുക, ഡൊണാൾഡ് ട്രംപ് ആണ്. അടുത്തതൊരു പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2025 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് നോക്കാം. പ്രൊമോട്ടിംഗ് ലിറ്ററസി ഇൻ ദി ഡിജിറ്റൽ എറ എന്നുള്ളതാണ്. പ്രൊമോട്ടിംഗ് ലിറ്ററസി ഇൻ ദി ഡിജിറ്റൽ എറ എന്നുള്ളതാണ് 2025 വർഷത്തെയാണ്. ഏത് ദിവസത്തെയാണ്? അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയമാണ്. ഇനി ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത് എന്നാണെന്ന് കൂടി ഓർത്തു വെക്കാം. എല്ലാ വർഷവും സെപ്റ്റംബർ 8-ാം തീയതിയാണ്. സെപ്റ്റംബർ 8-നാണ് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം നമ്മൾ ആചരിക്കുന്നത്. ഇന്റർനാഷണൽ ലിറ്ററസി ഡേ ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ 8-ാം തീയതിയാണ്. അപ്പോൾ 2025 സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. പ്രൊമോട്ടിംഗ് ലിറ്ററസി ഇൻ ദി ഡിജിറ്റൽ എറ എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ്, നമ്മൾ വാർത്തകളിലൊക്കെ അധികം കണ്ട ഒരു ന്യൂസ് ആണ്. അടുത്തിടെ ജെൻസി വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നേപ്പാളിലാണ് ഈ ഒരു ജെൻസി വിപ്ലവം ആരംഭിച്ചിരിക്കുന്നത്. എന്തിന്റെ പേരിലാണ് ഈ ഒരു വിപ്ലവം ആരംഭിച്ചത്? അവിടുത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള നിരോധനത്തിന്റെ പേരിലാണ്. ജെൻസി എന്നുള്ള പേരിൽ ആ യുവാക്കൾ ഈ ഒരു വിപ്ലവം അവിടുത്തെ ഭരണവിരുദ്ധമായിട്ട് അവിടുത്തെ ഭരണങ്ങളൊക്കെ നടപ്പിലാക്കാനായിട്ട് സാധിക്കാത്ത വിധത്തിൽ അത്രയും കലാപപരമായ
രീതിയിൽ ഈ ഒരു വിപ്ലവം ആരംഭിച്ചിരിക്കുന്നത്. നേപ്പാളിലാണ് ഈ ഒരു വിപ്ലവം ആരംഭിച്ചത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ഈ ഒരു പുതുതലമുറയിലെ ആളുകൾ വന്നതുകൊണ്ടാണ്, നമുക്കറിയാം ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്കത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു പുതുതലമുറയിലെ ആളുകൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ കലാപം ആയതുകൊണ്ടാണ് ഇതിനെ ജെൻസി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ നേപ്പാളിലാണ് ഇത്തരത്തിലൊരു വിപ്ലവം ആരംഭിച്ചത്. അപ്പോൾ ഈ ഒരു വിപ്ലവത്തെ തുടർന്ന് അവിടുത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണ് രാജിവെച്ചിരിക്കുകയാണ്. ഇനി നേപ്പാളിന്റെ പ്രധാനമന്ത്രി ആരാണെന്ന് നമുക്കറിയാം, KP ശർമ്മ ഒലിയാണ്. ആരാണ്? KP ശർമ്മ ഒലിയാണ് എന്താണ് നേപ്പാളിന്റെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണ് ഈ ഒരു കലാപത്തെ തുടർന്ന് രാജിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ജെൻസി വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക, നേപ്പാളാണ്. ഇനി ഇസ്രായേൽ വിക്ഷേപിച്ച ഒരു ഉപഗ്രഹത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഉപഗ്രഹത്തിന്റെ പേര് ഇതാണ്, OFAC 19. എന്താണ്? OFAC 19 എന്നുള്ള ഒരു ഉപഗ്രഹമാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതൊരു സൈനിക നിരീക്ഷണ ഉപഗ്രഹമാണ്, ഒരു സ്പൈസ് സാറ്റലൈറ്റ് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഇസ്രായേലാണ്. 2025 സെപ്റ്റംബറിലാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. ഉപഗ്രഹത്തിന്റെ പേരെന്താണെന്ന് ഓർത്തു വെക്കുക, OFAC. എന്താണ്? OFAC 19 എന്നുള്ള ഉപഗ്രഹമാണ്. അപ്പോൾ ഇതൊരു സൈനിക നിരീക്ഷണ ഉപഗ്രഹമാണ്. ഇനി ഈ ഒരു ഉപഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ആണ് ഈ ഒരു ഉപഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ OFAC 19 എന്നുള്ള ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇസ്രായേലാണ്. ഉടൻ തന്നെ വരാൻ പോകുന്ന കേരള PSCയുടെ BFO എക്സൈസ് ഇൻസ്പെക്ടർ ഫയർമാൻ ഫയർവുമൺ പോസ്റ്റുകളിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്ക് ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട്. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ വഴിയോ ഈ ബുക്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. സ്പെഷ്യൽ ടോപ്പിക്കിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടാൻ കഴിയുന്ന വിധത്തിലാണ് ഈ സ്പെഷ്യൽ ടോപ്പിക് ബുക്കുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഉടൻ തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ നോക്കിയത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായിട്ട് നിയമിതനായത് ആരെന്നാണ് നമ്മൾ നോക്കിയത്? CP രാധാകൃഷ്ണനാണ്. ആരാണ്? CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പ്ലാസ്റ്റിക് കുപ്പിയിലെ മദ്യത്തിന് ഈടാക്കുന്ന അധിക തുക എത്ര രൂപയെന്നാണ്. 20 രൂപയാണ് എന്താണ് പ്ലാസ്റ്റിക് കുപ്പിയിലെ മദ്യത്തിന് ഈടാക്കാൻ പോകുന്ന അധിക തുക. അപ്പോൾ കുപ്പി തിരിച്ചേൽപ്പിക്കുമ്പോൾ എന്താണ് ഈ ഒരു 20 രൂപയും നമുക്ക് തിരിച്ചു ലഭിക്കുന്നതായിരിക്കും. ആദ്യഘട്ടം കണ്ണൂർ അതേപോലെ തിരുവനന്തപുരം ജില്ലകളിലാണ് നടപ്പിലാക്കുന്നത്. അത് കഴിഞ്ഞ് 2025 ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. A വിഭാഗത്തിൽ വിജയിച്ചത് ആരാണ്? മേലുകര പള്ളിയോടമാണ്. B വിഭാഗത്തിൽ വിജയിച്ചത് കൊറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവുമാണ്. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഗവൺമെന്റ് അംഗീകൃത ലൈസൻസോ അധികാരപത്രമോ ഇല്ലാതെ പണം അമിത പലിശക്ക് കൊടുക്കുന്നവരെ ലക്ഷ്യമിട്ട് അടുത്തിടെ പോലീസ് നടത്തിയ പരിശോധന ഏതെന്നാണ്? ഓപ്പറേഷൻ ഷൈലോക്ക് എന്നുള്ള പരിശോധനയാണ് നടത്തിയത്. ശേഷം നമ്മൾ നോക്കിയത് ഒരു അവാർഡാണ്, KSFക്ക് ലഭിച്ച ഒരു അവാർഡാണ് നമ്മൾ നോക്കിയത്. 2025 സ്വദേശ് സമ്മാൻ അവാർഡ് നേടിയ കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് KSFE. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. അപ്പോൾ വോട്ടിംഗ് യന്ത്രങ്ങൾ അവയിൽ എന്താണ് വോട്ടിംഗ് ചെയ്യുന്നത്, അതിൽ വിശ്വാസ കുറവുണ്ടായതിനെ തുടർന്നാണ് പഴയ രീതിയായ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നോക്കിയത്. ദ വിസാർഡ് ഓഫ് ക്രെംലിൻ എന്നുള്ള ചിത്രമാണ്. അപ്പോൾ ഈ ഒരു സിനിമ ആരെ കുറിച്ചാണ്? റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ജീവിതകഥ ആസ്പദമാക്കിയിട്ടുള്ള ചിത്രമാണിത്. ചിത്രം സംവിധാനം ചെയ്തത് ഒലിവർ അസായസ് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് അടുത്തിടെ പ്രതിരോധ വകുപ്പിന്റെ പേര് യുദ്ധ വകുപ്പ് എന്നാക്കിയ രാജ്യം ഏതെന്നാണ്? USA ആണ് ഇങ്ങനെ ഒരു പേരുമാറ്റം നടത്തിയിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിനെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത്. USA പ്രസിഡന്റ് നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു പ്രമേയമായിരുന്നു, പ്രൊമോട്ടിംഗ് ലിറ്ററസി ഇൻ ദി ഡിജിറ്റൽ എറ എന്നുള്ള പ്രമേയമാണ് നോക്കിയത്. 2025 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയമാണിത്. ഇനി ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത് എന്താണ്? എല്ലാ വർഷവും സെപ്റ്റംബർ 8-ാം തീയതിയാണ് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ ജെൻസി വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതെന്നാണ്? നേപ്പാളിലാണ് ഈ ഒരു വിപ്ലവം ആരംഭിച്ചത്. നമുക്കറിയാം എന്താണ് ജെൻസി എന്നറിയപ്പെടുന്നത് ഈ ഒരു തലമുറ അവിടെ സൃഷ്ടിച്ച കലാപത്തെ തുടർന്നാണ് വിപ്ലവത്തിന് ഇങ്ങനെ ഒരു പേര് നൽകിയത്. സോഷ്യൽ മീഡിയ ബാനിനെ തുടർന്നാണ് ഈ ഒരു വിപ്ലവം ആരംഭിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്തത് ഒരു ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു. 2025 സെപ്റ്റംബറിൽ OFAC 19 എന്നുള്ള സൈനിക നിരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഇസ്രായേലാണ്. ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ആണ് ഈ ഒരു ഉപഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2025 സെപ്റ്റംബറിൽ നാസയിൽ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരെന്നാണ്? ഓപ്ഷൻ എ നീല രാജേന്ദ്രൻ, ഓപ്ഷൻ ബി അമിത് ക്ഷത്രിയ, ഓപ്ഷൻ സി തുഷാർ ഷാ, ഓപ്ഷൻ ഡി ജാൻവി ധങ്കേതി. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: അടുത്തിടെ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ക്രോക്കോതെമിസ് എറിത്രിയ ഏതിനം ജീവിയാണെന്നാണ്? ഓപ്ഷൻ എ തുമ്പി, ഓപ്ഷൻ ബി തവള, ഓപ്ഷൻ സി പാമ്പ്, ഓപ്ഷൻ ഡി അണ്ണൻ. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക.
കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: 2023 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം ഏതെന്നായിരുന്നു. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, മണിപ്പൂരാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: ലോകത്ത് ആദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ചുപിടിപ്പിച്ചത് ഏത് രാജ്യത്തെന്നാണ്. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, ചൈനയിലാണ് ലോകത്ത് ആദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യനെ വെച്ചുപിടിപ്പിച്ചത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.